ഹായ്, ഇന്ന് ലേ ലഡാക്കിൽ പോയതിൻ്റെ വിശേഷങ്ങൾ പറയാവേ. ലേ ലഡാക്കിലേക്ക് 10 ഡേൻ്റെ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. ഞാനും ഹസ്ബൻഡും മോനും പിന്നെ ഹസ്ബൻഡ് സിസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് കേരള എയർപോർട്ടിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണ്. ശരിക്കും വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കേരള കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഫീൽ ചെയ്യുവേ. ലേയിലോട്ട് പോകാൻ വേണ്ടി കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഡൽഹിയിൽ ഒരു 4-5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഡൽഹി എയർപോർട്ട് എത്തി. ഇവിടുന്ന് ടെർമിനൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും മറ്റേ ടെർമിനലിലോട്ട് പോകാനുള്ള. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് ഒരു 4-5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി കിടന്നു, ഫുഡ് കോർട്ടിലൊക്കെ പോയി. അങ്ങനെ സമയം കളഞ്ഞു. ലേയിലേക്ക് ശ്രീനഗർ വരെ ഫ്ലൈറ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സൊജ്ല പാസ് വഴി റോഡ് ട്രിപ്പായിട്ട് സ്ഥലങ്ങൾ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ തീരുമാനം മാറി. സൊജ്ല പാസിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മണ്ണിടിഞ്ഞ് 2-3 പേര് മരിച്ചെന്നുള്ള ന്യൂസൊക്കെ വന്നു. അതുകൊണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ തന്നെ ലേയിൽ പോയി ഇറങ്ങി. ഞങ്ങളുടെ പാക്കേജ് 8 days 7 nights ആയിരുന്നു. കാർഗിൽ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കാരണം 2 ദിവസം കാർഗിലോട്ടും കൂടെ പാക്കേജ് കൂട്ടിയെടുത്തു. ലഡാക്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് സീ ലെവലിൽ നിന്ന് 11,560 ഫീറ്റ് മേളിലാണ്. സീ ലെവലിൽ നിന്നും പെട്ടെന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ ശരീരത്തിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെ HAS എന്നും പറയും. ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവല് കുറവായി. HAS വരാതിരിക്കാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഡയാമോക്സ് 250 ടാബ്ലറ്റ് അര വീതം എടുക്കുന്നതും നല്ലതാണ്. ഫ്ലൈറ്റിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഹിമാലയത്തിൻ്റെ നല്ല സ്നോയി ആയിട്ടുള്ള വ്യൂ ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ലേയിലെ റിംപോച്ചെ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇത് ആർമിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണ്. അതാണ് ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. ഈ റിംപോച്ചെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എയർപോർട്ടാണ്. അധികം ഫെസിലിറ്റീസ് ഒന്നും ഒതുങ്ങില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഹോട്ടലുണ്ടായിരുന്നു. ലേയിൽ ഒരു 2-3 ദിവസത്തെ സ്റ്റേയിങ് ഉണ്ടായിരുന്നു. അത് ഫുള്ളും 3 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടൽസാണ് കിട്ടിയത്. ഇതിന് ശേഷം ഞങ്ങൾ നുബ്ര വാലി, ഹാൻലെ അങ്ങനെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിലോട്ട് പോകും. അവിടെ ഒരു ഹോം സ്റ്റേ ഫെസിലിറ്റീസ് ആ ഒരു കാറ്റഗറിയിലല്ലേ കിട്ടുള്ളൂ. ചെറിയ ഹോട്ടൽസ് ആ ഒരു ടൈപ്പ്. ഇതാണ് സുധീഷ്. മിക്കവർക്കും അറിയായിരിക്കും. ഇതൊരു മലയാളിയാണ്, ഇടുക്കിക്കാരാണ്. ഇവർ ലേയിൽ താമസിച്ച് അവിടെ പാക്കേജിങ് ഗ്രൂപ്പ് നടത്തുന്നതാണ്. സുധീഷും സുധീഷിൻ്റെ വൈഫ് ജോൾസിനെയും കൂടിയാണ് ടൂർ പാക്കേജ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല തണുപ്പുണ്ട്. നോർമലൊക്കെ സഹിക്കാവുന്ന തണുപ്പ്. സുധീർ നല്ല കേരള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് ഒരു 10 ദിവസം കഴിഞ്ഞേ മര്യാദക്കുള്ള കേരള ഫുഡ് കിട്ടുള്ളൂ. ഹോട്ടൽസിലൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു കൂടുതലുള്ളത്. ഈ ലേ എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. ഈ ലഡാക്കിൽ വന്നു കഴിയുമ്പോൾ ലേയിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഗ്രാമങ്ങളിലോട്ട് പോകും. അവിടെ ഇത്തിരി സൗകര്യങ്ങൾ കുറവാണ്, തണുപ്പ് കൂടുതലായിരിക്കും. അതുമാത്രമല്ല മിക്ക വില്ലേജിലും രാത്രി ഒരു 11 മണിയാകുമ്പോൾ കറണ്ട് പോകും. പിന്നെ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ വരുള്ളൂ. അതാണ് പവർ ബാങ്ക് അത്യാവശ്യമാണ്. റൂമിൽ ഹീറ്റർ സൗകര്യം ഉണ്ടാവില്ല. അതാണ് ഡ്രസ്സുകൾ അതനുസരിച്ചുള്ളത് കൊണ്ടുപോകണം. ഫസ്റ്റ് ഡേ ലേയിൽ വന്നു കഴിയുമ്പോൾ അക്ലമൈസേഷന് വേണ്ടിയുള്ള റെസ്റ്റിംഗ് ആയിരിക്കും. അന്നത്തെ ദിവസം തന്നെ -3 ആയിരുന്നു ടെമ്പറേച്ചർ വന്നത്. അത് തന്നെ സഹിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ കൂടുതലും സീ ലെവൽ ആയത് കാരണം ലേയിലോട്ട് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ലേയിലോട്ടുള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മറ്റുള്ള ട്രിപ്പ് പോലെയല്ല, കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യം സൗജന്യമാണ്. എന്നാലും HAS ആയിട്ട് ലെവലായി വരാൻ കുറച്ച് സമയമെടുക്കും. രാത്രിയായപ്പോൾ ഹോട്ടലിൽ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 2-3 കപ്പിൾസായിട്ട് പരിചയപ്പെട്ടു. നാളെ കാർഗിലോട്ട് പോകും.